ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലെ കോഴികളാണ്. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് കോഴികളുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വേനൽക്കാലത്ത് അസുഖം വന്നിട്ട് കുറേ കോഴികളൊക്കെ ചത്തുപോയി. പിന്നെ കുറച്ച് ബാക്കിയായി നമുക്ക്. അപ്പോൾ ആ കോഴികളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ പുള്ളിക്കോഴിയുണ്ട്, പിന്നെ മുള്ളൻ കോഴി, എല്ലാ കോഴികളും ഉണ്ട്, ഒരു കുറച്ചുണ്ട് നമ്മളടുത്ത്. അപ്പോൾ പിന്നെ കോഴികൾ അട വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ വിരിയിപ്പിച്ചിറക്കി ഒന്ന് കുറച്ച് ഡെവലപ്പാക്കിയിട്ട് വേണം. കുറേ കോഴികൾ ചത്ത കാരണം നമുക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ആയി. ഇതിൽ കാണുന്ന പൂവൻ കോഴികളെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ. ഓക്കെ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ കോഴികളെ നമ്മളിപ്പോൾ അങ്ങനെ അഴിച്ചിടാറില്ല. അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ മാതിരി കീരിയും നായ്ക്കളൊക്കെ ഉണ്ട്. അതുപോലെ കീരികളൊക്കെ ഇപ്പോൾ കൂട്ടിൽ വന്നിട്ടൊക്കെ ഇപ്പോൾ കോഴികളെ പിടിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ കോഴീനെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കോഴീനെ വളർത്താനായിട്ട്. നമ്മൾ പിന്നെ അതുപോലെ കോഴികളെ അഴിച്ചിടാത്തതുകൊണ്ട് ഇപ്പോൾ കോഴികൾക്ക് ഫുഡൊക്കെ നമ്മൾ കൊടുക്കണം. അയൽവക്കത്തു നിന്ന് വേസ്റ്റൊക്കെ കളക്ട് ചെയ്യും. പിന്നെ അതിൽ കുറച്ച് മുട്ടത്തീറ്റൊക്കെ വാങ്ങിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കോഴികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ പൂവൻ കോഴികളെ തരുന്നുണ്ട്. പടക്കോഴികളെ നമുക്ക് കൊടുക്കാനുള്ളതല്ല. പിന്നെ ഇതിൽ കാണുന്ന പുള്ളിക്കോഴിനെ നമ്മൾ അട വെച്ചിട്ടുള്ളതാണ്. ഒരു 15 മുട്ട വെച്ചിട്ടുണ്ട്. ഇനി എത്ര എണ്ണം വിരിയുമെന്ന് അറിയില്ല. ഇന്ന് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. കോഴി ഇന്ന് തൊട്ടിട്ടാണ് ഇപ്പോൾ അടയിരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 15 മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്ന പുള്ളിക്കോഴി ഒരു 5-6 പ്രാവശ്യം കുട്ടികളെ ഇറക്കിയിട്ടുള്ളതാണ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ കുട്ടികളെ ഇറക്കുന്ന ഒരു പുള്ളിക്കോഴിയാണ്. അതുപോലെ കുട്ടികളും അതുപോലെ ഒരു മാസം വരെ നന്നായി നോക്കും കുട്ടികളെ, ഒന്നും നഷ്ടപ്പെടാണ്ട്. നല്ലൊരു തള്ളക്കോഴിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവിധമായിട്ടുള്ള മുട്ടകളും വെച്ചിട്ടുണ്ട്. പുള്ളിക്കോഴിയുടെ മുട്ട വെച്ചിട്ടുണ്ട്, നേരെ മുള്ളൻ കോഴി, അതുപോലെ എല്ലാവിധ കോഴികളുടെ മുട്ടയും നമ്മളതിൽ വെച്ചിട്ടുണ്ട്. മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വിരിഞ്ഞാലേ അറിയുള്ളൂ എത്ര വിരിയുന്നത്. അപ്പോൾ നമുക്കൊരു 21 ദിവസം കഴിഞ്ഞാൽ അറിയാം എത്ര വിരിഞ്ഞു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും നമസ്കാരം.